എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ പിന്നെയും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. വീഡിയോ ഒന്നും ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും ആക്റ്റീവ് ആവാൻ സാധിച്ചില്ല. പക്ഷേ ഒരുവിധം അപ്ഡേറ്റ്സൊക്കെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ അടുത്ത് വരുന്ന, അതായത് 2025 കലണ്ടർ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതായി റിലേറ്റ് ചെയ്ത് ഏതൊക്കെ എക്സാംസ് ആണ് ഓരോ മാസങ്ങളിൽ എന്ന് നമ്മൾ നോക്കുന്നു, ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ. ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അതിനു വേണ്ടി പഠിച്ചു തുടങ്ങുവാണ്. അപ്പോൾ ഇനിയും പഠിക്കാത്തവരെന്ന് പറയുന്നില്ല, കാരണം എല്ലാവരും പഠിച്ചു തുടങ്ങി കാണും അല്ലേ. നമ്മളെല്ലാവരും തന്നെ ഓരോന്നിനും വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങി കാണും. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ OA മെയിൻസിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഏതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന എക്സാംസ് എന്നും അതിൻ്റെ ഏകദേശം മാസങ്ങൾ PSC നമ്മുടെ കലണ്ടറിൽ തന്നിരിക്കുന്ന മാസങ്ങളൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ 10th ലെവൽ പ്രിലിമിനറി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ലാസ്റ്റ് ഇനി നടക്കാനുള്ളത് ഫെബ്രുവരി 8-നാണ് 4th സ്റ്റേജ് നടക്കാനുള്ളത്. അങ്ങനെ 4 സ്റ്റേജായിട്ട് 10th ലെവൽ പ്രിലിമിനറി കഴിയുകയാണ്. അപ്പോൾ ആ പ്രിലിംസിനുണ്ടായിരുന്നതിൻ്റെ മെയിൻസ് നമുക്ക് വരുന്നത് എന്നാണ് 2025 മാർച്ച് ടു മെയ്യിലാണ് അതിൻ്റെ മെയിൻസ്. ഇപ്പോൾ അതിൽ വരുന്ന സെക്രട്ടേറിയറ്റ് ഓഫീസ് അസിസ്റ്റൻറ്റ്, ലബോറട്ടറി അസിസ്റ്റൻറ്റ്, പിന്നെ സ്റ്റോർ കീപ്പർ, ലാബ് അസിസ്റ്റൻറ്റ്, അങ്ങനെ കുറേ പോസ്റ്റുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ മെയിൻസ് പറഞ്ഞിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് OAയും ലബോറട്ടറി അസിസ്റ്റൻറ്റും എന്നാണ് മാർച്ച് മെയ് ആണ്. ഇനി ഇതിൻ്റെ കലണ്ടർ അല്ലെങ്കിൽ ഇന്ന എക്സാം എന്നാണ് എന്നൊക്കെ എന്തെങ്കിലും ഡൗട്ടുള്ളവർ നമ്മുടെ PSC Plus എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇതിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആനുവൽ കലണ്ടർ 2025 ആനുവൽ കലണ്ടർ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയ എക്സാംസിൻ്റെ സിലബസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടവർ അതിൽ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം വരുന്നത് നമുക്ക് മെയിൻസ് എക്സാം ആണ് അല്ലേ, മാർച്ച് മെയ്. ഇത് കഴിയുമ്പോൾ തന്നെ, അതായത് ഫെബ്രുവരി 8 10th ലെവൽ പ്രിലിമിനറി എക്സാം കഴിയും. അത് കഴിയുമ്പോൾ വരുന്നത് മാർച്ച് മെയ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഏതാണ് ഇതിൻ്റെ മെയിൻസാണ് ആദ്യം നടക്കുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തതാണ് മെയ് കാലങ്ങളിൽ, മെയ് ടു ജൂലൈയിൽ നടക്കുന്ന ഏതിൻ്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, SI, ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എന്നിവയുടെ പ്രിലിംസാണ്. അതിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, SI അതിൻ്റെയൊക്കെ പ്രിലിംസ് സെയിം സിലബസ് തന്നെയാണ്. ഇനി ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ പ്രിലിംസിന് വ്യത്യാസമുണ്ട് അല്ലേ. നമ്മൾ ഓൾറെഡി അത് നിങ്ങൾക്കറിയായിരിക്കും, നമുക്ക് തന്നെ മറ്റു വേറൊരു ചാനലുണ്ട്, അതിൻ്റെ ലിങ്കും കൊടുത്തിരിക്കാം. അത് കൊമേഴ്സായി റിലേറ്റ് ചെയ്തപ്പെട്ട ഒരു ചാനലാണ്. അപ്പോൾ യൂട്യൂബ് ചാനലിൽ അംഗമാവാത്തവരുണ്ടെങ്കിൽ, ഇപ്പോൾ കൊമേഴ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാംസ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ അതിലും അംഗമാവാം കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, സബ് ഇൻസ്പെക്ടർ അതൊക്കെ ഡിഗ്രി ലെവലിൽ വരുന്നതാണ്, എല്ലാവരും അപ്ലൈ ചെയ്ത് കാണുമല്ലോ അല്ലേ. പിന്നെ അതോടൊപ്പം തന്നെ KFC അസിസ്റ്റൻറ്റ് ഡിഗ്രി ലെവലിൽ വരുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രിലിംസ് എന്നാണ് മെയ് ജൂലൈ കാലങ്ങളിലാണ് കേട്ടോ. മെയ് ജൂലൈ ആണ് നടക്കുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ മെയിൻസ് വരുന്നത് എന്നാണ് ഓഗസ്റ്റ് ഒക്ടോബറിൽ. അതിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, സബ് ഇൻസ്പെക്ടർ, SI അതൊക്കെ നമുക്ക് തിരിച്ച് പഠിക്കണം. മെയിൻസിന് വ്യത്യാസമുണ്ട്, സിലബസ് വ്യത്യാസമുണ്ട്. പിന്നെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്, അതോടൊപ്പം തന്നെ ഈ ഓഗസ്റ്റ് ഒക്ടോബറിലാണ് ഇത് KFC അസിസ്റ്റൻറ്റും കൊടുത്തിരിക്കുന്നത് ഓഗസ്റ്റ് ഒക്ടോബറിലാണ്. ഓക്കെ, പിന്നെ സിവിൽ എക്സൈസ് ഓഫീസർ, പിന്നെ അതുപോലെ തന്നെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ, സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസറൊക്കെ മെയ് ജൂലൈ ജൂൺ ഓഗസ്റ്റിലായിട്ടാണ് നടക്കുന്നത്. മെയ് ജൂലൈ ജൂൺ ഓഗസ്റ്റ്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഇതൊക്കെ ഓഗസ്റ്റ് ഒക്ടോബറിലാണ് കേട്ടോ. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഒറ്റ എക്സാമേ ഉള്ളൂ, ഓഗസ്റ്റ് ഒക്ടോബറിലാണത്. SSLC ബേസ്ഡ് ആണ്. പിന്നെ ഉള്ളത് 10th ലെവൽ പ്രിലിംസ്, അതായത് ഇപ്പം നമ്മൾ എഴുതിയ പ്രിലിംസ് അതിൻ്റെ മെയിൻസ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള പ്രിലിംസ് വരുന്നത് എപ്പോഴാണ്? ഒക്ടോബർ ഡിസംബർ, അതായത് ഒക്ടോബർ നവംബർ ഇതിലാണ് നടക്കുന്നത് കേട്ടോ. ഒക്ടോബർ 2 എന്ന രീതിയിൽ ഓർത്ത് വയ്ക്കുക. സ്റ്റോർ കീപ്പറിൻ്റെ പിന്നെ അപ്പോൾ വരുന്നത് ഏതൊക്കെയായിരുന്നു? സെയിൽസ്മാൻ വരുന്നുണ്ട്, സ്റ്റോർ കീപ്പർ വരുന്നുണ്ട്, പിന്നെ അറ്റൻഡർ, അങ്ങനെയുള്ളതൊക്കെ നടക്കുന്നത് ഒക്ടോബർ ഡിസംബറിൽ പ്രിലിംസും. അടുത്ത വർഷം മെയ് ജൂലൈ ഒക്കെ ആവുമ്പോഴാണ് അതിൻ്റെ മെയിൻസ് നടക്കുന്നത് കേട്ടോ. മെയ് ജൂലൈ ഒക്കെ ആവുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇനി വരുന്ന എക്സാംസ്. അപ്പം ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്?
വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ പഠിക്കുക. ഇനി കുറച്ചും കൂടി നന്നായി പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായി പഠിക്കാം. അപ്പോൾ ഓരോ ദിവസങ്ങളിലും നമുക്കിനി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആദ്യം ഡിഗ്രി ലെവൽ എക്സാംസ്, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് SI പോലുള്ള ഡിഗ്രി ലെവൽ എക്സാംസിന് ഇന്ന് തൊട്ട് മുമ്പുണ്ടായ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ, അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസും പഠിക്കുന്നു. ആ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നു. ആ ഭാഗം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. അപ്പോൾ ചില ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ക്ലാസ് എടുക്കില്ല. ഏതാണോ ആ ക്ലാസ് അതിൻ്റെ ലിങ്ക് തന്നു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി എത്രയൊക്കെയാണോ പഠിക്കാൻ പറ്റുന്ന ആ രീതിയിൽ, എത്രയൊക്കെയാണോ ക്ലാസ് എടുക്കാൻ പറ്റുന്നത് ആ രീതിയിൽ നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പഠിക്കേണ്ട ക്ലാസ്സായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്